സഖാവ് വി എസിന്റെ നിര്യാണത്തിലുള്ള അഗാധമായ ദുഃഖവും അനുശോചനവും ആദ്യമായി ഞാൻ അറിയിക്കുകയാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന ഗവൺമെന്റിൽ മന്ത്രിയായി പ്രവർത്തിക്കാനുള്ള 5 വർഷവും അതുപോലെ അദ്ദേഹം എൽ ഡി എഫിൻ്റെ ചെയർമാനായിരുന്ന ഘട്ടത്തിൽ എൽ ഡി എഫിലെ സംസ്ഥാന സമിതിയിലെ അംഗമായി പ്രവർത്തിക്കാനുള്ള അവസരവും ലഭിച്ച ഒരാളെന്ന നിലയിൽ ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ച് പങ്കുവെക്കാനുണ്ട്. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, പാർശ്വവൽക്കരിക്കപ്പെട്ട സാധാരണ സമൂഹത്തിൻ്റെ താല്പര്യങ്ങളുടെ മുമ്പിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്ന യഥാർത്ഥ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ മുഖമായിരുന്നു സഖാവ് വി എസ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഏതൊരു രാഷ്ട്രീയ തീരുമാനവും ഭരണപരമായ തീരുമാനവും എടുക്കുമ്പോൾ അദ്ദേഹത്തെ സ്വാധീനിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, അത് വികസനോന്മുഖ വിഷയങ്ങളാണെങ്കിലും ക്ഷേമപ്രവർത്തനങ്ങളാണെങ്കിലും മറ്റ് നിർണായകമായ തീരുമാനങ്ങളാണെങ്കിലും അദ്ദേഹത്തെ സ്വാധീനിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആ തീരുമാനം എത്രമാത്രം സാധാരണ സമൂഹത്തിന് ഗുണകരമാകുമെന്നതിനെ ആശ്രയിച്ചുകൊണ്ടാണ് ഓരോ തീരുമാനങ്ങളും എടുത്തിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാണ്. സംസ്ഥാനത്തിൻ്റെ പൊതുവായ താൽപ്പര്യം സംരക്ഷിക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്ന നിലപാടാണ് മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ സത്യത്തിൽ കേരളം കണ്ടത്. അന്ന് മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പ്രധാനമന്ത്രി തലത്തിലും അതുപോലെ കേന്ദ്രമന്ത്രി തലത്തിലും തമിഴ്നാടുമായിട്ടും ഒക്കെ നടന്ന ചർച്ചകളിൽ അന്തർ സംസ്ഥാന നദീജല പ്രശ്നങ്ങളടക്കം കൈകാര്യം ചെയ്യുമ്പോൾ ആ വിഷയങ്ങളിലൊക്കെ കേരളത്തിൻ്റെ പരമമായ താൽപ്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇത്രയും കൃത്യതയോടെ സത്യസന്ധതയോടുകൂടി നിലപാട് സ്വീകരിച്ച മറ്റൊരാൾ ഉണ്ടാകുമോ എന്ന കാര്യം സംശയമാണ്. ആ നിലയിൽ എല്ലാ കാര്യങ്ങളിലും, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, സംസ്ഥാനത്തിൻ്റെ പൊതുവായ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം, ഭരണപരമായ തീരുമാനങ്ങളെയൊക്കെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, നിസ്വസമൂഹത്തിൻ്റെയും ജനപക്ഷ രാഷ്ട്രീയത്തിൻ്റെയും വക്താവായി പ്രയോക്താവായി എക്കാലവും കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലൊക്കെ സംസ്ഥാനത്തിന് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത ഒരു ഭരണകർത്താവും രാഷ്ട്രീയ നേതാവുമായിരുന്നു സഖാവ് വി എസ്. എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ 1956 കേരള രൂപീകരണത്തിന് ശേഷമുണ്ടായ മന്ത്രിസഭകളുടെ ചരിത്രം പരിശോധിച്ചാൽ ഒരു തരത്തിലുള്ള അഴിമതി ആരോപണത്തിനും ആക്ഷേപത്തിനും വിധേയമാകാത്തൊരു ഗവൺമെൻറ്റായിരുന്നു സഖാവ് വി എസിൻ്റെ നേതൃത്വത്തിൽ 5 വർഷക്കാലം അധികാരത്തിലിരുന്ന 2006 മുതൽ 2011 വരെയുള്ള സംസ്ഥാന ഗവൺമെൻറ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രി സഖാവ് വി എസ് തന്നെയായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അന്ന് ആവിഷ്കരിച്ച നിരവധി പദ്ധതികളും പരിപാടികളും ഒക്കെ അദ്ദേഹം ആഗ്രഹിച്ച രൂപത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ നിന്ന് ലെവലേശം പോലും നയവ്യതിയാനം നടത്താതെ കൃത്യതയോടുകൂടി അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി അക്ഷീണം പരിശ്രമിക്കുകയും കേരളത്തിൻ്റെ സാമ്പത്തിക സാമൂഹ്യ വികാസത്തിൽ വളർച്ചയിൽ, ഞാൻ ആവർത്തിച്ച് പറയുന്നു, ജനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വക്താവും പ്രയോക്താവുമായി നിന്നുകൊണ്ട് അവരുടെ ഏറ്റവും ശക്തനായ വക്താവായി എക്കാലവും നിലനിന്ന ഏറ്റവും കരുത്തനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു, ഭരണകർത്താവായിരുന്നു സഖാവ് വി എസ്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന ജനകീയ പ്രശ്നങ്ങൾ, ആ ജനകീയ പ്രശ്നങ്ങൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അഴിമതിരഹിതമായ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം അടക്കമുള്ള നിരവധി പോരാട്ടങ്ങളൊക്കെ നടത്തുമ്പോൾ തികച്ചും ആർജവത്തോടുകൂടി നല്ല ആത്മശക്തിയോടുകൂടി ഇടപെടാനും പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും കഴിയുന്നത് സത്യസന്ധമായിട്ടുള്ള പൊതുപ്രവർത്തനവും അഴിമതിരഹിതമായ പൊതുജീവിതവും നയിച്ചു എന്ന ആത്മബലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത്തരത്തിലൊരു വ്യക്തിയെ ഒരുപക്ഷെ ഇനി കേരളത്തിന് ലഭിക്കുമോ എന്ന കാര്യം തന്നെ സംശയമാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ ഇച്ഛാശക്തി, പൊളിറ്റിക്കൽ വിൽ, അതേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള നിർണായകമായ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും അചഞ്ചലമായി നിന്നുകൊണ്ട്, അക്ഷോഭ്യനായി നിന്നുകൊണ്ട് ആ പ്രതിസന്ധികളെ അതിജീവിക്കുന്നതിനുള്ള ആത്മബലവും ആ ഒരു ധൈര്യവും കരുത്തും ശക്തിയും അനിതര സാധാരണമെന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ കഴിയൂ. ആ ജനപക്ഷ രാഷ്ട്രീയത്തിൻ്റെയും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെയും ശരിയുടെയും നീതിയുടെയും മുഖം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന സഖാവ് വി എസിന് പകരം വെക്കാൻ മറ്റൊരാൾ ഇന്ന് കേരള രാഷ്ട്രീയത്തിലില്ല. അദ്ദേഹത്തിൻ്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. തീർച്ചയായും അദ്ദേഹം കേരളത്തിൽ എക്കാലവും കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിന് വിസ്മരിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ നേതാവായി കേരളത്തിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.